നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. CSK LSGയോട് പൊട്ടി തകർന്നിരിക്കുന്നു. വമ്പൻ മാർജിനിലുള്ള പരാജയമാണ്. ഈ സീസണിൽ ഇപ്പോൾ CSKക്ക് ഒരു പ്രധാന പ്രശ്നമുള്ളത് ചെപ്പോക്ക് വിട്ടിറങ്ങുമ്പോൾ അത്ര വലിയ മികവ് കാണുന്നില്ല. ചെപ്പോക്കിൽ കളിച്ച 3 കളിയും ജയിച്ചു. ചെപ്പോക്കിന് പുറത്ത് കളിച്ച 4 കളികളിൽ 1 ജയം 3 തോൽവി. ആ ഒറ്റ ജയം എന്ന് പറയുന്നത് വാങ്കഡയിൽ നേടിയതാണ്. പക്ഷെ ബാക്കിയുള്ള കളികളൊക്കെ അവർ ചെപ്പോക്കിന് പുറത്ത് തോറ്റിട്ടുണ്ട്. എന്ത് സംഭവിക്കുന്നു CSKക്ക് എല്ലാവർക്കും അറിയാം. ചെപ്പോക്കിലെ ഗ്രൗണ്ടിനും പിച്ചിനും ഒക്കെ ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് അവരുടേത്. പുറത്തിറങ്ങുമ്പോൾ എന്തും സംഭവിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇന്നലത്തെ കളി നമ്മൾ എടുത്തു പറയുമ്പോൾ CSKയുടെ ബോളർമാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പവർ പ്ലേയിലൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, സാധാരണ പവർ പ്ലേയിലൊന്നും ചെയ്തില്ലെങ്കിലും മിഡിൽ ഓവറുകളിൽ അവർ കളി പിടിക്കാറുണ്ട്. അതിനുശേഷം പിന്നെ പതിരാനൊക്കെ വന്നുകൊണ്ട് അങ്ങ് തീർക്കലാണ്. പക്ഷേ അതിനുള്ളൊരു അവസരം ഇന്നലെ കൊടുത്തില്ല LSGയുടെ ബാറ്റർമാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LSGയുടെ ബാറ്റിങ്ങിനെ കുറിച്ച് വലിയ ക്രിറ്റിസിസങ്ങൾ നേരത്തെ വരാറുണ്ടായിരുന്നു. അവര് നല്ല രൂപത്തിൽ തുടക്കം ഇടുന്നില്ല, പവർ പ്ലേയിൽ വേണ്ടത്ര അടിക്കുന്നില്ല. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തു വന്നാലോ വിക്കറ്റ് വലിച്ചെറിയുന്നു എന്നുള്ള മറ്റൊരു ആരോപണം. പിന്നെ കാര്യങ്ങളെല്ലാം കൂടെ നിക്കോളാസ് പൂരന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നു. അദ്ദേഹമാണ് ബാക്കി കാര്യങ്ങൾ ഏറ്റെടുത്ത് കളിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വിമർശനങ്ങൾക്കും ഇന്നലെ മറുപടി കൊടുത്തുകൊണ്ട് ഒരു 100 റൺസിന് മുകളിലുള്ള സ്റ്റാൻഡ് ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ് LSG CSKയെ തകർത്തത്. അപ്പോഴേ കാര്യം വ്യക്തമായിരുന്നു. മികച്ച രൂപത്തിൽ തന്നെയാണ് പവർ പ്ലേ അവർ കംപ്ലീറ്റ് ചെയ്ത് 50-ന് മുകളിൽ സ്കോർ അടിച്ചു. അതിനുശേഷവും വളരെ മനോഹരമായിട്ട് സ്കോർ ചലിപ്പിച്ചതോടെ 100-ന് മുകളിലുള്ള ഒരു സ്കോറിലേക്ക് അവർ ടീമിനെ കൊണ്ടുപോയതോടെ, ഓപ്പണർമാരെ കൊണ്ടുപോയതോടെ കാര്യം വ്യക്തമായിരുന്നു. CSKക്ക് ഇനി ഈ കളി പിടിക്കാൻ പറ്റില്ല. പോൾ പൊസിഷനിലുള്ളത് എന്തായാലും LSG തന്നെയാണെന്ന്. പിന്നെ അത് അവർ ഭംഗിയായിട്ടങ്ങ് തീർത്ത് ടീമിനെ വിജയിപ്പിക്കുകയും ചെയ്തു. എന്തായാലും CSKയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. 176 റൺസാണല്ലോ CSK എടുത്തത്. അത് ആ പിച്ചിൽ അത്ര മോശം സ്കോർ ഒന്നും ആയിരുന്നില്ല. പക്ഷെ അത് മതിയായില്ല എന്ന് മാത്രം. 2 വിക്കറ്റ് നഷ്ടത്തിൽ അത് ചേസ് ചെയ്ത് കളഞ്ഞു LSG. ഇന്നലത്തെ കളിയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏക്നാഥ് സ്റ്റേഡിയത്തിൽ മഞ്ഞക്കുപ്പായക്കാർ നിറഞ്ഞിരുന്നു. കളി കഴിഞ്ഞതിന് ശേഷം അത് KL രാഹുൽ പറഞ്ഞു, ഇത് ഇപ്പം നമ്മുടെ ഗ്രൗണ്ടാണ്, പക്ഷെ യെല്ലോ ഷർട്ട് അണിഞ്ഞ് ഇങ്ങനെ കാണികൾ വരുമ്പോൾ അത് കാര്യമാക്കേണ്ട എന്ന് ഞാൻ ബോയ്സിനോട് പറഞ്ഞു. കാരണം നമ്മളിപ്പോൾ ചെപ്പോക്കിലേക്ക് പോകുമ്പോൾ ഇതേ അനുഭവം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ ഒരു മിനി ചെപ്പോക്ക് എന്ന രൂപത്തിൽ ഇതിനെ കണ്ടാ മതി എന്ന് താൻ പറഞ്ഞു എന്ന് രാഹുൽ തന്നെ വിശദീകരിക്കുന്നത്. അത് ആ തരത്തിലാണ് CSK എവിടെ കളിക്കുമ്പോഴും ഇങ്ങനെ മഞ്ഞ കുപ്പായം അണിഞ്ഞ് ആരാധകർ എത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവർക്ക് കാണേണ്ടത് MSDയാണ്. അത് MSD ഇന്നലെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. MSDയുടെ ഫയർ വർക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ 176 എത്തിക്കുകയായിരുന്നു. പക്ഷെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ കാര്യത്തില് അവരുടെ ക്യാപ്റ്റൻ KL രാഹുലിന്റെ ക്ലാസി ഇന്നിങ്സ് 53 പന്തിൽ നിന്ന് 82 റൺസ് അദ്ദേഹം അടിച്ചെടുത്ത് അവർ കാര്യങ്ങൾ സ്വന്തമാക്കുകയായിരുന്നു. എന്തായാലും QDKയും KL രാഹുലും ചേർന്നുകൊണ്ടുള്ള ആ കൂട്ടുകെട്ട് തന്നെയാണ് LSGക്ക് ഗുണകരമായിട്ട് മാറിയിട്ടുള്ളത്. ഇനി നമ്മൾ കാര്യങ്ങൾ വിശദമായിട്ട് എടുത്ത് നോക്കിയാൽ KL രാഹുലും ഡീകോക്കും ചേർന്നുകൊണ്ട് കാര്യങ്ങൾ നല്ല രൂപത്തിൽ സെറ്റ് ചെയ്യുന്ന കാഴ്ച. രാഹുല് വളരെ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യുന്നു. അദ്ദേഹം നന്നായിട്ട് ഷോർട്ട് ബോളുകൾ വരുമ്പോൾ പുള്ളുകൾ നന്നായിട്ട് മിഡിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ കോൺഫിഡൻ്റ്ലി ആണ് അദ്ദേഹം സ്ട്രൈക്കിലെ ബൗണ്ടറികളൊക്കെ ഡ്രൈവ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പിക്കപ്പ് ഷോട്ടുകൾ പതിവ് പോലെ നന്നായിട്ട് അദ്ദേഹം കളിക്കുന്നു. ഈവൻ അദ്ദേഹം മദീഷ പതിരാനയുടെ പേസ് ഉപയോഗിച്ചുകൊണ്ട് അപ്പർ കട്ട് ഷോട്ടിന് പോലും പോയി. ഷോട്ടുകൾ പലപ്പോഴും അദ്ദേഹം കളിക്കുന്നതാണെങ്കിലും വളരെ ഫ്രീക്വന്റ് ആയിട്ട് അദ്ദേഹം ഇന്നലത്തെ ഇന്നിങ്സിൽ കളിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ QDKയും ഒപ്പം നിന്നപ്പോ വളരെ വേഗത്തില് LSG കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കി മാറ്റി. അതിനിടക്ക് ചില ഫീൽഡിംഗ് മിസ്സുകൾ കൂടി CSKക്ക് തിരിച്ചടിയായിട്ട് മാറി. അതിപ്പം ജഡേജയുടെ ഓവർ 9ാമത്തെ ഓവറാണ്, അതിൽ ഒരു മിസ്ക്യൂ വരുന്നു, QDKയുടെ മിസ്ക്യൂ. പക്ഷെ പതിരാനൊക്കെ അത് മുതലാക്കാൻ പറ്റിയില്ല. തൊട്ടടുത്ത ഓവറിൽ പിന്നെ ജഡേജക്ക് അടി കൊടുത്തുകൊണ്ട് അവര് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കി മാറ്റി CSKക്ക്. എന്തായാലും അതിവേഗത്തിൽ അവർ സ്കോർ ചെയ്തു. പിന്നെ പൂരനും ഒക്കെ വന്നുകൊണ്ട് മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇനി CSKയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ CSKയുടെ പ്രശ്നങ്ങൾ വീണ്ടും വെളിവാവുകയാണ്. അവർക്ക് പവർ പ്ലേ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. രജിൻ രവീന്ദ്ര ആദ്യത്തെ 1-2 കളികൾ നന്നായി കളിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം ഫ്ലോപ്പ് ആവുന്ന കാഴ്ചയാണ്. എന്നാലും ഗോൾഡൻ ഡക്കാണ്
ഡെവൺ കോൺവോയി ആയിരുന്നു അവരുടെ ഓപ്പണർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പരിക്ക് പറ്റി അദ്ദേഹം ഈ സീസണിൽ നിന്നിപ്പോൾ റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ ന്യൂസിലാൻഡ് താരം രജിൻ രവീന്ദ്ര ആദ്യത്തെ 1-2 മത്സരങ്ങളിൽ നല്ല പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ആ മികവിന്റെ 7 അയലത്തെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ ഗോൾഡൻ ഡക്ക് ആവുക കൂടി ചെയ്തപ്പോൾ പ്രശ്നം കൂടുതൽ വഷളായി. രുദ്രാജ് ഗെയ്ക്വാദിനെ അവരിപ്പോ ഓപ്പണറാക്കാതെ, കഴിഞ്ഞ കളിയിലും അങ്ങനെ തന്നെയാണ്, അജിങ്ക്യ രഹാനെ ഓപ്പൺ ചെയ്യിക്കുന്നു, രുദ്രാജ് ഒന്ന് പുറകോട്ടിറങ്ങി വരിക എന്നുള്ളതാണ്. കാരണം പവർ പ്ലേ അദ്ദേഹം ഒരു എക്സ്പ്രസ് വേഗത്തിൽ കളിക്കുന്നയാളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഹോൾഡ് ചെയ്ത് അദ്ദേഹം വരിക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ തുടക്കത്തിലെ വിക്കറ്റ് പോകുന്ന കാഴ്ച അവരുടെ പ്ലാൻ മാറ്റേണ്ടി വരുന്നു. പിന്നെ സംഭവിക്കുന്നത് പെട്ടെന്ന് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്പർ 4 രവീന്ദ്ര ജഡേജയെ അയക്കാൻ അവർ നിർബന്ധിതരാവുകയായിരുന്നു. എന്തായാലും ജഡേജ കാര്യം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം കളിച്ചു. കാരണം ദ്യൂബയെ പുറകോട്ട് വലിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. പിന്നെ ദ്യൂബെ നമ്പർ 5 വന്നെങ്കിലും അദ്ദേഹത്തിന് അത്ര മികച്ച പ്രകടനം നടത്താൻ പറ്റില്ല. സ്റ്റോയിനിസിന്റെ 125 കിലോമീറ്റർ മാത്രം വേഗത്തിൽ വന്ന പന്ത് അദ്ദേഹം മിസ്ക്യൂ ചെയ്തു. ആ ഷോർട്ട് ബോൾ അദ്ദേഹം മിസ്ക്യൂ ചെയ്തു. അദ്ദേഹം പുറത്താവുന്ന കാഴ്ച. പിന്നെ റിസ്വിയെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി വിടുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ. അതോടുകൂടി പിന്നെ മൊയിൻ അലി ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തുമ്പോൾ അവരുടെ സ്കോർ കാർഡ് 93-5 എന്ന രൂപത്തിലാണ്. പിന്നെ കുറച്ചു നേരം പിടിച്ചു നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അടുത്ത ഒരു 10-34 പന്തുകളിൽ ബൗണ്ടറിയേ വന്നില്ല. അതങ്ങ് ഡ്രൈ ആയിപ്പോയി. അവിടെയാണ് CSKയുടെ സ്കോർ കുറയുന്നത്. കാരണം മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ ബാറ്റർമാർ വളരെ കുറവാണ്. അതുകൊണ്ട് നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതിനുശേഷം 17th ഓവറിലാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്. മോസിൻ ഖാനെതിരെ, അതുപോലെ തന്നെ ദീപക് ഹൂഡക്കെതിരെയൊക്കെ ആഞ്ഞടിക്കാനുള്ള ശ്രമം ജഡേജയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. പിന്നെയാണ് മൊയിൻ അലി രവി ബിഷ്ണോയ്ക്ക് 3 സിക്സറുകൾ അങ്ങ് അടുപ്പിച്ചു കൊടുക്കുന്നത്. അത് ശരിക്കും MSDയുടെ വരവിനുള്ളൊരു ഒരുക്കമായിരുന്നു. പിന്നാലെ മൊയിൻ അലി പുറത്താകുന്നു, MSD വരുന്നു. 2 വലിയ രൂപത്തിലുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത 2 ബൗളർമാരെ തന്നെ MSDക്ക് ലഭിക്കുകയും ചെയ്തു. മോസിനും താക്കൂറും, യാഷ് താക്കൂറും മോസിനും. 2 പേരും ഇന്നലെ KL രാഹുൽ കളി കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ MSD വരുമ്പോൾ പ്രഷർ ബൗളർമാരുടെ മേലേക്ക് വീഴുകയാണ്. പ്രത്യേകിച്ച് യങ് ബൗളർമാർ കൂടിയാണെങ്കിൽ ക്രൗഡ് മുഴുവനും MSDക്ക് വേണ്ടി വലിയ രൂപത്തിൽ ആർത്തു വിളിക്കുമ്പോൾ ഈ യങ് ബൗളേഴ്സിന്റെ മേലെ വലിയ രൂപത്തിൽ ഒരു പ്രഷർ വരുന്നു. അവര് ഇന്റിമിഡേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം അതിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് അവരുടെ ലെങ്ത് പോകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് MSD അത് മുതലെടുക്കുകയും ചെയ്യും. അതാണ് ഇപ്പൊ ഈ IPL നമ്മൾ കാണുന്നത്. ഇപ്പം ഇന്നലെ വളരെ MSD രൂപത്തിലുള്ള, സാധാരണ നമ്മൾ അൺധോണിയൻ സ്റ്റൈൽ എന്നൊക്കെ പറയാവുന്ന സ്റ്റൈലിലുള്ള ബൗണ്ടറി പോലും നമ്മൾ കണ്ടു. ആ ഒരു വൈഡ് യോർക്കറുകൾ ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം അങ്ങോട്ട് ഷഫിൾ ചെയ്ത് പോയിക്കൊണ്ട് അടിച്ച ഷോട്ടൊക്കെ, കീപ്പറുടെ ഭാഗത്തേക്കൊക്കെ അടിച്ചിട്ടുള്ള ഷോട്ടുകളൊക്കെ അത്തരത്തിൽ വന്നതാണ്. എന്നാലും MSD കൃത്യമായിട്ട് ഈ യുവതാരങ്ങളുടെ ഇൻഎക്സ്പീരിയൻസ് മുതലെടുക്കുന്നുണ്ട്. ഇപ്പൊ യുവതാരം തന്നെ വേണമെന്നില്ലെന്നേ, നോർക്കിക്ക് കൊടുത്തില്ലേ, ഹാർദിക് പാണ്ഡ്യക്ക് കൊടുത്തില്ല. അപ്പം ഈ അവസാനം വരുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ലൈസൻസ് കൂടിയുണ്ട് അഞ്ഞടിക്കാൻ. അത് അദ്ദേഹം മുതലാക്കുന്നു. ആ മുതലെടുപ്പ് ഇന്നലെയും നടന്നു. അതിലാണ് CSKക്ക് ഒരു 10-20 റൺസ് അധികം വന്നത്. അങ്ങോട്ടേക്ക് എത്തും എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നില്ല. അതിലേക്ക് അവർ എത്തിച്ചത് MSDയുടെ ബാറ്റിംഗ് ആണ്. പക്ഷെ പിന്നെ ബൗളിങ്ങിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു എന്നിടത്ത് തന്നെയാണ് CSKക്ക് പരാജയം. അപ്പം CSKയുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഇങ്ങനെ പൊട്ടിത്തകർന്ന് ചോദിക്കുമ്പോൾ മികച്ച രൂപത്തിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ് ബാറ്റിങ്ങിൽ. ബൗളിങ്ങിൽ പക്ഷെ ഇന്നലെ സംഭവിച്ചത് അവർക്ക് സാധാരണ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടാറുള്ള മുസ്തഫിസുർ റഹ്മാനിൽ നിന്നോ പതിരാനിൽ നിന്നോ ഒന്നും ആ തരത്തിലുള്ള ഒരു പ്രകടനം വന്നില്ല എന്നുള്ളിടത്ത് അവർക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. അങ്ങനെയാണ് CSK പൊട്ടിത്തകർന്ന രൂപത്തിലുള്ള ഒരു പരാജയം. 8 വിക്കറ്റ് പരാജയം ചെറുതല്ല എന്ന കാര്യം ഓർക്കുക. വളരെ പെട്ടെന്ന് സ്കോർ കാർഡിലൂടെ ഒന്ന് പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അജിങ്ക്യ രഹാനെയും രജിൻ രവീന്ദ്രയും ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു. ഗോൾഡൻ ഡക്കായിട്ട് മോസിൻ ഖാൻ രജിൻ രവീന്ദ്രയെ പറഞ്ഞു വിടുന്നു. പിന്നെ രുദ്രാജ് ഗെയ്ക്വാദ് എത്തുന്നു. ഗെയ്ക്വാദ് അജിങ്ക്യ രഹാനക്കൊപ്പം ചേർന്ന് മുന്നോട്ട് പോകവേ രുദ്രാജ് ഗെയ്ക്വാദിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. രുദ്രാജ് 13 പന്തിൽ നിന്ന് 17 റൺസാണ് എടുത്തത്. അങ്ങനെ നമ്പർ 4 രവീന്ദ്ര ജഡേജ എത്തുകയായിരുന്നു. എന്തായാലും അജിങ്ക്യ രഹാനെ മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചു. പക്ഷെ അദ്ദേഹത്തിന് വിക്കറ്റ് പോയി. 5 4കളും ഒരു 6ഉം അടിച്ച അദ്ദേഹത്തെ കൃണാൽ പാണ്ഡ്യ മടക്കുകയായിരുന്നു. 36 റൺസാണ് അജിങ്ക്യ രഹാനയുടെ സംഭാവന. തുടർന്ന് ശിവൻ ദ്യൂബ വന്നെങ്കിലും സ്റ്റോയിനിസിനെ ആഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. 8 പന്തിൽ നിന്ന് 3 റൺസാണ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയത്. സമീർ റിസ്വി വന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അങ്ങനെ പാണ്ഡ്യയുടെ പന്തിൽ അദ്ദേഹം സ്റ്റംപ് ചെയ്യപ്പെട്ട് 1 റൺസുമായിട്ട് കടന്നു. പിന്നെയാണ് മൊയിൻ അലിയുടെ വരവ്. മൊയിൻ ആദ്യം പതിയെ കളിച്ചെങ്കിലും പിന്നീട് 3 സിക്സറുകൾ തുടരെ പൊട്ടിക്കുന്ന കാഴ്ച. 20 പന്തിൽ നിന്ന് 3 സിക്സറുകളുടെ ബലത്തിൽ അദ്ദേഹം 30 റൺസ് എടുത്തു. രവീന്ദ്ര ജഡേജ
ഒരറ്റത്ത് കാര്യങ്ങൾ കാത്തുകൊണ്ട് നിന്നിരുന്നു. 40 പന്തിൽ നിന്ന് 5 ഫോറും 1 6 അടക്കം അദ്ദേഹം 57 റൺസ് എടുത്തപ്പോൾ MSD ആണ് ആ ഫിനിഷിംഗ് ടച്ച് മനോഹരമാക്കിയത്. 9 പന്തിൽ നിന്ന് 3 ഫോറും 2 6 അടക്കം ഈ 311 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 28 റൺസ് അടിച്ചെടുത്തു. അവിടെ നിന്നാണ് അവർ 176 എന്നുള്ളൊരു സ്കോറിലേക്ക് പോയത്. മറുപടി ബാറ്റിംഗിൽ വളരെ അനായാസമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത QDKയും KL രാഹുലിനെയുമാണ് നമ്മൾ കണ്ടത്. QDK 43 പന്തുകളിൽ നിന്ന് 54 റൺസ് എടുത്ത് മടങ്ങുമ്പോൾ ആദ്യ വിക്കറ്റ് അദ്ദേഹമാണ്. 134 റൺസ് LSGയുടെ സ്കോർ കാർഡിൽ എത്തിക്കഴിഞ്ഞിരുന്നു. 15ാമത്തെ ഓവറിൽ 134 റൺസ് സ്കോറിലേക്ക് എത്തി. വെറും 40 റൺസിന് മുകളിൽ മതി ഇനി വിജയിക്കാൻ എന്നുള്ളൊരു ഘട്ടത്തിൽ മാത്രമാണ് QDK പുറത്തു പോകുന്നത്. 5 ഫോറും 1 6 ആ ബാറ്റിൽ നിന്ന് വന്നു. പിന്നെ നിക്കോളാസ് പൂരൻ എത്തുന്നു. KL രാഹുൽ ആണ് അടുത്തായിട്ട് പുറത്തു പോകുന്നത്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം ടീമിനെ വിജയത്തോടെ ഏറെ അടുപ്പിച്ച് കഴിഞ്ഞിരുന്നു. 161 റൺസിലേക്ക് ടീം എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് രാഹുൽ മടങ്ങുന്നത്. 53 പന്തിൽ നിന്ന് 9 ഫോറും 3 സിക്സറും അടക്കം 82 റൺസാണ് അദ്ദേഹം എടുത്തത്. പിന്നെ പൂരനും സ്റ്റോയിനിസും ചേർന്നുകൊണ്ട് കളി അവസാനിപ്പിക്കുന്നു. 7 പന്തിൽ നിന്ന് 8 റൺസ് സ്റ്റോയിനിസ് എടുത്തപ്പോൾ പതിവ് പോലെ തന്റെ പ്രകടനം പൂരന്റെ ഭാഗത്ത് നിന്ന് 12 പന്തിൽ നിന്ന് 3 ഫോറും 1 6 അടക്കം അദ്ദേഹം 23 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ഏതായാലും ഇത് CSK സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാജയം തന്നെയാണ് എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ്.